പക്ഷെ ഫാലിമി എനിക്ക് പെട്ടെന്ന് സന്ദീപിനെ അയാളുടെ നല്ല ടൈമിംഗ് ആണ്, ഭയങ്കര ടൈമിങ്ങാണ്. അപ്പോൾ ആ ടൈമിങ് നോട്ടീസബിൾ ക്യാരക്ടറല്ലേ, മീൻസ് ചില വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ട് അത് അത്ര നോട്ടീസബിൾ ആവില്ല. പക്ഷേ സന്ദീപ് ആയതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് അത് നമ്മൾ ക്യാപ്ചർ, ഈ പയ്യൻ നല്ല ടാലൻ്റാണ്. പിന്നെ അയാളുടെ വേഴ്സറ്റൈലിറ്റി എല്ലാം തോന്നുന്നു, എല്ലാം കൊണ്ടും നമ്മുടെ ക്യാരക്ടറുമായിട്ട് നമുക്ക് ഒരു ധൈര്യം കിട്ടി. അതിനുശേഷം പിന്നെ ജിംഖാനയും പടക്കളവും ഇറങ്ങാൻ പോകുന്നായിരുന്നു. അപ്പോൾ അതിലും അവന് നല്ല പ്രൊമിനൻറ്റ് ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് മനസ്സിലാക്കി. പിന്നെ അത് ആ പടങ്ങൾ എന്തായാലും ഒരുവിധം ഹിറ്റാവും എന്നുള്ള ഒരു ബോധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് നമുക്കുള്ള കൺസേൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെ എടുത്തിട്ട് നമ്മൾ പുള്ളിയുണ്ട്, ഇത് പ്രൊഡ്യൂസർക്ക് ഒരു ഇത് കൊടുക്കണമല്ലോ. അപ്പോൾ കിഷ്കിന്താണ്ടം അതൊരു വലിയൊരു ഘടകം, കിഷ്കിന്താണ്ടിൻ്റെ വിജയം വലിയൊരു ഘടകമായിരുന്നു. എന്ന് പറഞ്ഞാൽ അതില്ലായിരുന്നെങ്കിൽ എനിക്കറിയില്ല ഇങ്ങനെയൊരു പ്രൊഡക്ഷൻ കിട്ടുമെന്നുള്ള, ഒരു പ്രൊഡ്യൂസർ അറ്റംപ്റ്റ് ചെയ്യുമെന്നുള്ളത്. അത് വലിയൊരു സ്റ്റാർ കാസ്റ്റും ഇല്ലല്ലോ നമ്മൾ. അപ്പോൾ എല്ലാം ഫേവറായിട്ട് വന്നു കറക്റ്റായിട്ട്. ഓക്കെ, സന്ദീപ് ഒരു ഘട്ടത്തിൽ ഞങ്ങൾ മനസ്സിലാക്കിയ സന്ദീപിനെ വെച്ചിട്ട് നമുക്ക് ചെയ്യാമെന്നുള്ളത്. പിന്നെ അവൻ്റെ ടാലൻറ്റ് നമുക്ക് അത്ര വലിയ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു എല്ലാ രീതിയിലും നമ്മളെ ക്യാരക്ടറായിട്ട് ഞാൻ പറഞ്ഞില്ല, ഒരു 2-3 ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ സന്ദീപ് വിന്നായിരുന്നു ആ ക്യാരക്ടറിലേക്ക്. എന്ന് പറഞ്ഞാൽ അവനും ഒരു പുതിയൊരു അനുഭവമായിരുന്നു. എന്ന് പറഞ്ഞാൽ ടോട്ടലി ജിംഖാനെ നല്ല മാറിയിട്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബന്ധമില്ലാത്ത ഒരു ക്യാരക്ടർ അത് പുള്ളിയിട്ട് എടുക്കുക, ആ സ്റ്റൈലിലേക്ക് മാറുക എന്നെല്ലാം പറഞ്ഞാൽ അവനും ഒരു ചാലഞ്ച് എടുത്തു എന്നുള്ളതാണ്.